Hi all, welcome to Greenboard. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സസൈസ് 1.5 ഡിസ്കസ് ചെയ്തിരുന്നു. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ലാസ്റ്റ് എക്സസൈസ് ഓഫ് ചാപ്റ്റർ 1 സിറ്റ്സ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് എക്സ് ആൻഡ് വൈ ആർ two sets such that n of x equal to 17 and n of y equal to 23 and n of x union y equal to 38, find n of x intersection y. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സസൈസിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷൻ ആണ് n ഓഫ്, ഇത് നമ്മൾ എന്ത് വേണം, എല്ലാത്തിലും എഴുതും വേണം. ഓക്കെ, x യൂണിയൻ y ഈക്വൽ ടു n of x plus n of y minus x intersection y. In other words, നമുക്ക് ഇതിനെ എങ്ങനെ പറയാം, n of a union b equal to n of a plus n of b മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ എക്സ് ആൻഡ് വൈ അതിന്റെ പ്ലേസിൽ ഈ ഇക്വേഷനിൽ എ ആൻഡ് ബി വെച്ചേ ഉള്ളൂ, വേറെ മാറ്റമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിലെ ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എ ആൻഡ് ബി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷെ പല സ്കൂളുകളിലും നമ്മളെ എക്സും വൈയും വെച്ച് പഠിപ്പിക്കാറുണ്ട്. ഞാൻ എന്തായാലും പഠിച്ചിട്ടുള്ളത് പ്ലസ് 1 പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ളത് എ യൂണിയൻ ബി വെച്ചിട്ടാണ്. ഓക്കെ, പക്ഷെ ഇത് മാറിയാലും പ്രശ്നമൊന്നുമില്ല, രണ്ടും സെയിം ഇക്വേഷൻ ആണ്. മാത്രമല്ല രണ്ട് രീതി നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ സത്യത്തിൽ ആ ഇക്വേഷന്റെ ഒരു മീനിങ് നമുക്ക് എങ്ങനെ ഒന്ന് നോക്കിക്കാണാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെറ്റ് വേണം അല്ലെ, ആ സെറ്റില് രണ്ട് സർക്കിൾസ് വേണം. ആൻഡ് ദേ ഫോംസ് അവർ എ ആൻഡ് ബി. അതാണ് നമ്മുടെ എയും അതുപോലെ ബിയും. ഇനി ഇതിലൊക്കെ നമ്മൾ കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യണം അല്ലെ. ഇപ്പൊ നമ്മള് പല കളേഴ്സിൽ ഡോട്ടഡ് ആണെങ്കിൽ വേഗം തീരും തോന്നുന്നു. ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ് കിടക്കുന്നത്. ഓക്കെ, അപ്പോ ഇതില് എക്സിന്റെ എണ്ണം, വൈന്റെ എണ്ണം, എക്സ് യൂണിയൻ വൈൻ്റെ എണ്ണം, അതുപോലെ എക്സ് ഇന്റർസെക്ഷൻ വൈൻ്റെ എണ്ണം, ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെറ്റിലെ ഒരു സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ അതിലുള്ള എലമെന്റ്സിന്റെ എണ്ണത്തിന് നമ്മൾ എൻ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ഈ എൻ ഓഫ് എ എന്നുള്ളതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് പറയുന്ന വേറെ പേരാണ് കാർഡിനാലിറ്റി. ഓക്കെ, കാർഡിനാലിറ്റി ഓഫ് എ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുക. ഓക്കെ, ഈ ഒരു ടേം നമ്മൾ പഠിച്ചിരിക്കണം. കാർഡിനാലിറ്റി എന്ന് പറയുന്ന വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല എക്സാമിനും കാർഡിനാലിറ്റി ഈസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. റയറായിട്ട് അതിനെ ചോദിക്കാറുള്ളൂ, എങ്കിലും റയറായിട്ട് ചോദിച്ചാൽ പോലും നമ്മുടെ മാർക്ക് തന്നെ പോവണ്ട. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് അറിഞ്ഞു വെക്കാം. ഓക്കെ, കാർഡിനാലിറ്റി എന്നാണ് പറയാ. അപ്പൊ ഇവിടെ നമ്മൾ എൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പോകണം. എന്ന് പറഞ്ഞാൽ എക്സ് എന്നൊരു സെറ്റിന്റെ ഉള്ളിൽ എത്ര എലമെന്റ്സ് ഉണ്ട് നോക്കാം. സോ ഹൗ മെനി ആർ ദേ? എക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫുൾ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫുൾ സർക്കിൾ അല്ലേ ഇവിടെ. അപ്പൊ അതിൽ 1 2 3 4 5. ഓക്കെ, അപ്പൊ 5 എലമെന്റ്സ് ആണ് എക്സിലുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, എൻ ഓഫ് എക്സ് ഈക്വൽ ടു 5 അല്ലെ. അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് കാർഡിനാലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 5 അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എക്സ് ഈക്വൽ ടു 5. ഇനി വൈയിൽ എത്രയുണ്ട് നോക്കാം. ഓക്കെ, 1 2 3 4 5 6 and 7. ഓക്കെ, അപ്പൊ 7 എലമെന്റ്സ് ആണ് വൈയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സിലും വൈയിലും കൂടി എത്ര എലമെന്റ്സ് വേണം? ഇപ്പോ എക്സില് 5ഉം പിന്നെ വൈയില് 7ഉം ആണുള്ളത് അല്ലെ. അപ്പോ എക്സിലും വൈയിലും കൂടി എത്ര എലമെന്റ്സ് ഉണ്ടാവും? 5 + 7. 5 + 7 എന്ന് പറയുമ്പോൾ 12 എലമെന്റ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. പക്ഷേ 10 എലമെന്റ്സ് അതിൽ വന്നുള്ളൂ. 12 നമ്പേഴ്സ് നമുക്ക് കാണാനില്ല. കാരണം എന്താ, ഇതിൽ കോമൺ ആയിട്ട് 2 എലമെന്റ്സ് ഉണ്ട് അല്ലെ. ഈ 2 എലമെന്റ്സ് കോമണിന് നമ്മൾ ഇന്റർസെക്ഷൻ വെച്ചിട്ടല്ലേ പറയാ. ഈ 2 എലമെന്റ്സ് എക്സ്ട്രാ, അങ്ങനെ പറഞ്ഞാൽ 2 പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തു.
ഈ ഒരു സെറ്റിലെ നമ്പർ എടുത്തപ്പോഴും ഈ രണ്ടെണ്ണം അതിൽ ഇൻക്ലൂഡഡ് ആയി, ഈ ഒരു സെറ്റ് എടുത്തപ്പോഴും y എന്ന സെറ്റ് എടുത്തപ്പോഴും ഈ രണ്ടെണ്ണം അതിൽ ഇൻക്ലൂഡഡ് ആയി. അപ്പൊ ഒരു പ്രാവശ്യം ഇൻക്ലൂഡഡ് ആവണം അല്ലെ. അപ്പൊ ഏതോ ഒരു സെറ്റിലെ നമുക്ക് ആവശ്യമുണ്ട്. ഒന്നില്ലെങ്കിൽ എക്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇത് എണ്ണാം, അല്ലാത്ത പക്ഷം y കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇത് എണ്ണാം. പക്ഷെ രണ്ടിലും കൂടി എണ്ണാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ എലമെന്റ്സ് ഒരു പ്രാവശ്യം നമ്മൾ ഒരു സെറ്റ് എടുത്ത് അതിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയി. ഓക്കെ, പിന്നത്തെ സെറ്റിൽ അത് ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് അങ്ങോട്ട് കുറച്ച് കളയണം. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഇക്വേഷന്റെ മീനിങ്. ഇത് രണ്ടും തമ്മിൽ നമ്മൾ കൂട്ടണം അല്ലെ. അപ്പൊ n ഓഫ് എക്സും n ഓഫ് വൈയും തമ്മിൽ നമ്മൾ കൂട്ടണം. പിന്നെ എന്ത് വേണം, ഈ കോമൺ എലമെന്റ്സ് ഒരു പ്രാവശ്യം നമ്മൾ കുറയ്ക്കണം. ഓക്കെ, മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. അപ്പൊ ഉള്ളതാണ് നമ്മുടെ n ഓഫ് എക്സ് യൂണിയൻ വൈ എന്ന് പറയുന്നത്. അതാണ് ഈ ഇക്വേഷന്റെ മീനിങ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഹൈപ്പോത്തിസിസ് ആയിട്ട് ക്വസ്റ്റ്യനിൽ നിന്നും ഗിവൺ ഡാറ്റാസ് നമ്മൾ എടുത്ത് എഴുതണം അല്ലെ. അപ്പൊ നമ്മുടെ ഗിവൺ ഡാറ്റ എന്താണ്, n ഓഫ് എക്സ് ഈക്വൽ ടു 17, n of x equal to 17, then given n of y equal to 23. So n of y equal to 23, then n of x union y equal to 38, n of x union y equal to 38, then n of x intersection y, n of x intersection y. അത് തന്നിട്ടില്ല, സോ വി ക്യാൻ പുട്ട് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എഴുതാം. ഓക്കെ, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി എക്സാമിന്. ഓക്കെ, അപ്പൊ n ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു n ഓഫ് എക്സ് പ്ലസ് n ഓഫ് വൈ മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ പ്ലേസസിൽ ഈ പറയുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ പറഞ്ഞിട്ടുണ്ട് n ഓഫ് എക്സ് യൂണിയൻ വൈ എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലെ. പക്ഷെ നമുക്കറിയാം n ഓഫ് എക്സ് യൂണിയൻ വൈ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, 38 ആണെന്ന് നമുക്കറിയാം. അപ്പൊ n ഓഫ് എക്സ് യൂണിയൻ വൈ നമുക്ക് വേണ്ട, പകരം നമുക്ക് അവിടെ എന്ത് എഴുതാം, 38 എന്ന് എഴുതാം. ഓക്കെ, സോ 38 ഈക്വൽ ടു, ഇനി n ഓഫ് എക്സ് ആണ് അടുത്ത ടേം വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, റീപ്ലേസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. n ഓഫ് എക്സിന്റെ സ്ഥാനത്ത് അതിന്റെ വേറെ അതേ അർത്ഥം വരുന്ന വേറൊരു ഐറ്റം നമ്മൾ എഴുതുക. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ n ഓഫ് എക്സിന്റെ വാല്യൂ നമുക്കറിയാം, എത്രയാണ്, 17. സോ n ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം, 17 എഴുതാം. ഓക്കെ, സിമിലർലി n ഓഫ് വൈ എത്രയാന്ന് നമുക്കറിയാം, 23 ആണെന്നറിയാം. സോ ഇൻ പ്ലേസ് ഓഫ് n ഓഫ് വൈ ലെറ്റ് us റൈറ്റ് 23. ഇനി വരുന്നത് എന്താ, മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. അത് നമുക്കറിയില്ല അല്ലെ, ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ അത് നമുക്ക് അറിയാത്തത് കൊണ്ട് അത് അങ്ങനെ തന്നെ നിർത്താം. ഓക്കെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ മീനിങ് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ആക്ച്വലി നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ ആദ്യം എഴുതാം. n ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു n ഓഫ് എക്സ് പ്ലസ് n ഓഫ് വൈ മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. എന്നിട്ട് നെക്സ്റ്റ് ലൈനായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതാം. ഓക്കെ, 17 പ്ലസ് 23 മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇനി എന്ത് വേണം, നമുക്ക് ഈ n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈയുടെ വാല്യൂ ആണ് കാണണ്ടേ അല്ലെ. അപ്പൊ അതിനകത്ത് എന്താ, ഒന്നില്ലെങ്കിൽ നമുക്ക് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഈക്വൽ ടു ഇത്ര എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ നമുക്ക് കിട്ടണം. അല്ലെങ്കിലോ ഒരു വാല്യൂ അത് എത്രയാന്ന് നമുക്ക് അറിയില്ല, അത് ഈക്വൽ ടു n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് കിട്ടണം. ഇതിലേതെങ്കിലും ഒരു രീതിയിൽ, ഇതിപ്പോ 2 ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഈക്വൽ ടു 2, അതർവൈസ് 2 ഈക്വൽ ടു n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ, ഇങ്ങനെ നമുക്ക് കിട്ടണം. പക്ഷെ ഇവിടെ നോക്കൂ, മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്നാണ് എടുക്കുന്നത്. നമുക്ക് വേണ്ടത് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ആണ്, പക്ഷെ ഇവിടെ എടുക്കുന്നത് മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ആണ്. സോ നമുക്കറിയാം ഈ ഒരു സംഭവത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അതിന്റെ സൈൻ മാറിക്കോളും അല്ലെ. അപ്പൊ നമുക്ക് 38 ഈക്വൽ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 7 പ്ലസ് 3 10 ആണ്, 0 ബാലൻസ് 1 വരും. 4 മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ, ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ, അതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ അത് പോസിറ്റീവ് ആയി, പോസിറ്റീവ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. ഇവിടെ 40 ഉണ്ട്, ഇനി എന്ത് വേണം, പ്ലസ് 38. അപ്പൊ ഈ സൈഡിൽ ഇത് വന്നു അല്ലെ. അപ്പൊ ഇവിടെ n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ മാത്രം മതി, പക്ഷെ എക്സ്ട്രാ ഇവിടെ എന്തുണ്ട്, ഈ ഒരു 38 ഉണ്ട്. ഇതിപ്പോ ഇവിടെ പോസിറ്റീവ് 38 ആണ്. സോ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് എന്താവും, നെഗറ്റീവ് 38. ഓക്കെ, സോ ഈക്വൽ ടു n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. 40 മൈനസ് 38 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഞാനത് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല 2 എന്ന്, പക്ഷെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് ഇവിടെ പറഞ്ഞ വാല്യൂ അത് ഈക്വൽ ആയി. ഓക്കെ, സോ നമ്മുടെ n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ
2 ആണ് വരുന്നത്. ഇത് തന്നെ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. ഇനിയിപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന പരിപാടി ബുദ്ധിമുട്ടായിട്ട് തോന്നാണെങ്കിൽ അതിന് വേറൊരു വഴി കാണിച്ചു തരാം. സോ ഇവിടെ വരെയുള്ള അത് സെയിം ആണ്. അങ്ങനെ പറഞ്ഞാൽ 30 = 40 - n of x intersection y. ഇങ്ങനെയാണ് അത് എടുക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ചെയ്യാം, സോറി 30 അല്ല 38 = ഓക്കെ. അപ്പൊ 38 ഇവിടെ +40 അല്ലേ, +40 ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്താവും -40 = -n of x intersection y. ഓക്കെ, ഇങ്ങനെയായി മാറും. എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ -n of x intersection y. ഈ ഒരു ടേമിനെ നമ്മളിവിടെ നിർത്തി. പിന്നെ ഇവിടെ എക്സ്ട്രാ എന്താണുള്ളത്, +40. ഒരു നമ്പറിന്റെ മുന്നിൽ എടുക്കേണ്ടതാണ് അതിന്റെ സൈൻ. അപ്പൊ ഇത് +40 ആണ്, അതിന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി. സോ ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്. അപ്പൊ 38 - 40 എന്താണ് വരാം, -2. 40 - 38 ആണെങ്കിലാണ് 2. 38 - 40 എന്ന് പറഞ്ഞാൽ -2 ആണ്. സോ -2 = -n of x intersection y. നമുക്കറിയാം ഈക്വൽ ടുന്റെ രണ്ട് സൈഡിലും സെയിം സൈൻ വന്നാൽ നമുക്കത് കട്ട് ചെയ്യാം. സോ നെഗറ്റീവ്സ് വന്നാൽ രണ്ട് സൈഡിലുള്ളതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്തു. സോ വാട്ട് ബിക്കംസ് ഇറ്റ്, n2 = n of x intersection. ഓക്കെ, സോ നമുക്ക് ഇവിടുത്തെ വാല്യൂ കിട്ടി. ദിസ് ഈസ് 2. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നോക്കൂ. ഇഫ് എക്സ് ആൻഡ് വൈ ആർ, സോറി ഇവിടെ ആറാണ്. If x and y are two sets such that x union y has 18 elements, പിന്നെ അങ്ങനെ പറഞ്ഞേക്കാണ്. What does x intersection y have? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ എന്ത് വേണം, ആദ്യം തന്നെ ഗിവൺ ഡാറ്റാസിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യനിന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തെഴുതണം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വേണ്ട ഗിവൺ ഡാറ്റാസ് നമ്മൾ എടുത്തെഴുതണം. അപ്പൊ എന്താണ് ആദ്യം വരുന്നത്, എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു 18 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, n of x union y ഈക്വൽ ടു 18. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതിന്റെ അർത്ഥം എന്താണ്, കാർഡിനാലിറ്റി ഓഫ് x union y ഈക്വൽ ടു 18. പിന്നെ പറയുന്നത് എന്താ, x has 8 elements. സോ നമുക്ക് എന്ത് എഴുതാം, n of x ഈക്വൽ ടു 8. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് എന്താണ്, y has 15 elements എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം y has 15 elements. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാം, n of y ഈക്വൽ ടു 15. ഓക്കെ, ഇനി എന്താണ്, how many elements does n of x intersection അല്ലെങ്കിൽ x intersection y have എന്നാണ് ചോദിക്കുന്നത് അല്ലെ. x intersection y യിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന്. അപ്പൊ അത് നമുക്ക് തന്നിട്ടില്ല, അങ്ങനെ വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ. സോ n of x intersection y ഈക്വൽ ടു, അതറിയില്ല. സോ എ ക്വസ്റ്റ്യൻ. ഇങ്ങനെ വേണം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലത്തെ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് എഴുതാൻ, അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ആയിട്ട് നമ്മൾ ഇത്ര കാര്യങ്ങൾ വേണം എഴുതാൻ ക്വസ്റ്റ്യനിൽ നിന്നും ഗിവൺ ഡാറ്റാസ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യുക, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ ചെയ്യുക. സോ ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദി ഇക്വേഷൻ. ഓക്കെ, എന്താണ് നമ്മുടെ ഇക്വേഷൻ, n of x union y ഈക്വൽ ടു n of x plus n of y minus n of x intersection y. വാല്യൂസ് എല്ലാം നമുക്കറിയാം, അപ്പൊ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, n of x union y എന്താണ്, 18. സോ ഇൻ പ്ലേസ് ഓഫ് x union y ഈ ഒരു സൈഡിൽ നമ്മൾ എന്ത് എഴുതണം, 18 ഈക്വൽ ടു ദെൻ വരുന്നത് n of x. ഓക്കെ, n of x എന്ന് പറഞ്ഞാലും 8 എന്ന് പറഞ്ഞാലും തുല്യമാണെന്നാണ് പറയണം, ഒരേ അർത്ഥാന്ന് പറയണം. അതുകൊണ്ടാണ് ഈക്വൽ ടു ഇട്ട്. അപ്പോൾ n of x പകരം നമുക്ക് എന്ത് എഴുതാം, 8 എഴുതാം. പ്ലസ് അതുപോലെ n of y എന്ന് പറഞ്ഞാലും 15 എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്, ദേ ആർ തുല്യം, ദേ ആർ ഈക്വൽ എന്നാണ് ഈക്വൽ ടു ഇട്ടതിന്റെ അർത്ഥം. സോ ഇൻ പ്ലേസ് ഓഫ് n of y വാട്ട് വി ക്യാൻ റൈറ്റ് 15 ദെൻ മൈനസ് n of x ഇന്റർസെക്ഷൻ y തന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ z എന്നോ അങ്ങനെ എന്തെങ്കിലും ലെറ്റർ കൊടുത്ത് സോൾവ് ചെയ്യാം. അല്ലാത്ത പക്ഷം n of x ഇന്റർസെക്ഷൻ y തന്നെ കൊടുക്കുക. എനിക്കതാണ് നല്ലത് തോന്നുന്നത്. വേറൊരു ലെറ്ററും കൂടി കൊണ്ടുവന്നത് കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് തോന്നുന്നു, പക്ഷെ നിങ്ങൾക്ക് അതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, സോ 18 ഈക്വൽ ടു 8 പ്ലസ് 15 എത്രയാണ്, 23 മൈനസ് n of x ഇന്റർസെക്ഷൻ y. ഓക്കെ, സോ 18 പ്ലസ് 23 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 23 ഈക്വൽ ടു മൈനസ് ഓഫ് n of x ഇന്റർസെക്ഷൻ y.
സോ ഇത് കുറച്ചാൽ -5. 23 - 18 ആണെങ്കിൽ 5 ആണ്. അപ്പൊ പിന്നെ ചെറുതിൽ നിന്നും വലുത് കുറച്ച് എന്ത് വരും? ഒരു നെഗറ്റീവ് സൈൻ വരും അല്ലെ. സോ -5 ഈക്വൽ ടു മൈനസ് ഓഫ് n ഓഫ് x ഇന്റർസെക്ഷൻ y. രണ്ട് സൈഡിൽ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാം. സോ 5 ഈക്വൽ ടു n ഓഫ് x ഇന്റർസെക്ഷൻ y. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് വേറെ രീതിയിലും സോൾവ് ചെയ്യാം. എങ്ങനെയാണ്? ഇവിടെ നിന്നല്ല, ഇവിടെ നിന്ന്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് എങ്ങനെയും കൂടി സോൾവ് ചെയ്യാം. 18 ഈക്വൽ ടു 23 മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ y എന്നാണ് എടുക്കുന്നത്. അപ്പൊ മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ y ഈ സൈഡിലേക്ക് കൊണ്ടുപോവാം. സോ ഇറ്റ് ബിക്കംസ് പോസിറ്റീവ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ y. ഇവിടെ എന്തുണ്ട്? 23 ഉണ്ട്. നമ്മൾ ഈ ഒരു സംഭവത്തിനെയാണ് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയത്. ദെൻ ഇവിടെ എന്താണുള്ള? +18 ആണുള്ളത്. അപ്പൊ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ -18. ഓക്കെ, സോ n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ y ഈക്വൽ ടു 5. ഇങ്ങനെയും നമുക്ക് സോൾവ് ചെയ്യാം. In both ways we will get cardinality of x intersection y equal to 5. Okay, ഇത്ര ഇതിൽ ചോദിച്ചിട്ടുള്ളൂ. എങ്കിലും ഞാൻ ഇതിന്റെ വെൻ ഡയഗ്രാം ഒന്ന് വരച്ച് കാണിച്ചു തരാം. സംടൈംസ് ഇറ്റ് ഫീൽസ് എ ബിറ്റ് ഡിഫിക്കൽട്ട്. അതുകൊണ്ടാണ് ഇത് എക്സാമിന് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇഫ് യു ഗൈസ് തിങ്ക് യു ഹാവ് ടു നോ ഹൗ ടു ഡ്രോ ഇറ്റ്സ് വെൻ ഡയഗ്രാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മൾ രണ്ട് സെറ്റ് വരച്ചു. ദിസ് ഈസ് അവർ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് വൺ സെറ്റ് ഈസ് എക്സ് ആൻഡ് ദി അതർ വൺ ഈസ് വൈ. ഓക്കെ, അപ്പൊ n ഓഫ് എക്സ് യൂണിയൻ വൈയില് അല്ലെങ്കിൽ വേണ്ട, n ഓഫ് എക്സില് എത്രയുണ്ട്? 8 എലമെന്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു സൈഡില് ആകെ 8 എലമെന്റ്സ് ഉണ്ട്. ദെൻ n ഓഫ് വൈയില് 15 എലമെന്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു സെറ്റില് 15 എലമെന്റ്സ് ഉണ്ട്. ഇനി ആകെ എത്രയുണ്ടെന്നാണ് പറയുന്നത്? ആകെ 18 ആണ് ഉള്ളത്. ഓക്കെ, ഇവിടത്തെ നമ്പർ നമുക്ക് അറിയില്ല. സോ നമുക്ക് എന്തായാലും സെഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്കറിയാം 8ഉം 15ഉം തമ്മിൽ നമ്മൾ കൂട്ടണം. എന്നിട്ട് അതിൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ ആണ് നമുക്ക് എത്ര കിട്ടണ്ടേ? 23 കിട്ടണ്ടേ അല്ലെ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇവിടെ ശരിയാവില്ല. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. അങ്ങനെ പറഞ്ഞാൽ സെഡ് ഇവിടെ വരുന്ന സ്ഥിതിക്ക് ഇവിടെ -z എന്ന് വേണം എഴുതാൻ. അതുപോലെ ഇവിടെയും -z കൊടുക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഇത്തിരി കൺഫ്യൂഷൻ ആവും. ഇത് വേണ്ട. ഇത്തിരി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ വെൻ ഡയഗ്രാം പറഞ്ഞുതരാം. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺഫ്യൂഷൻ ആവാനാണ് സാധ്യത. കാരണം കോമൺ എലമെന്റ് ആയതുകൊണ്ട് അത് നമ്മൾ ഇതിൽ നിന്ന് കുറച്ചിട്ട് വേണം ഇവിടെ എഴുതാൻ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ലീവ് ഇറ്റ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾ. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ടുള്ളത് റിയൽ ലൈഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി അങ്ങോട്ടുള്ളത് എല്ലാവരും അല്ല, എന്തായാലും ഇതൊരു റിയൽ ലൈഫ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന ഒരു സാമ്പിൾ അല്ലെ. എന്താണ്? ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾ. അപ്പൊ 400 പേരുടെ ഒരു ഗ്രൂപ്പാണ്. ഇതിലെന്താണ്? 250 പേർക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം, 200 പേർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. ഓക്കെ, ഹൗ മെനി പീപ്പിൾ ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്? അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ഈ രണ്ട് ഭാഷയും സംസാരിക്കാൻ അറിയാമെന്ന്? അങ്ങനെ പറഞ്ഞാൽ 400 പേര് ഇരിക്കുകയാണ്. അതിൽ ഹിന്ദി സംസാരിക്കാൻ അറിയുന്നവർ കൈപ്പൊക്കൂ എന്ന് പറഞ്ഞപ്പോൾ കുറെ പേര് കൈപ്പൊക്കി. ദെൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവരെ കൈപ്പൊക്കൂ എന്ന് പറഞ്ഞപ്പോഴും കുറെ പേര് കൈപ്പൊക്കി. അപ്പോൾ ഇത് രണ്ട് സംസാരിക്കാൻ അറിയുന്നവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇത് രണ്ട് ചോദിച്ചപ്പോഴും കൈപ്പൊക്കിയിട്ടുണ്ടാവും അല്ലെ. ആ രണ്ടിലും കൈപ്പൊക്കിയവരുടെ എണ്ണം എത്രയാണ്? ഞാൻ പറഞ്ഞാൽ രണ്ട് ഭാഷയും സംസാരിക്കാൻ കഴിവുള്ളവര് ഈ 400 പേരിൽ എത്ര പേരുണ്ടെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഹിന്ദി ഇംഗ്ലീഷും അല്ല വരുന്നത്. അപ്പൊ നമ്മുടെ സെറ്റ്സുകളെ നമുക്കൊന്ന് മാറ്റാം. ഹിന്ദി സംസാരിക്കാൻ പറ്റുന്നവരെ നമുക്ക് H എന്നും, ദെൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നവരെ നമുക്ക് E എന്നും വിളിക്കാം. ഓക്കെ, അപ്പൊ ആകെ 400 പേരുണ്ടെന്നല്ലേ പറയുന്നത്. സോ നമ്മുടെ n ഓഫ് H യൂണിയൻ E എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ആകെയുള്ളവര് 400 പേര്. അപ്പൊ ഹിന്ദി സംസാരിക്കാൻ പറ്റുന്നവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നവരും. ഓക്കെ, അവരുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് എത്ര ഇവിടെ വരുന്നത്? 400. ഓക്കെ, ദെൻ കംസ് ദ നെക്സ്റ്റ് വൺ. അതെന്താണ്? അതിൽ തന്നെ 250 ക്യാൻ സ്പീക്ക് ഹിന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 250 പേർക്കാണ് ഹിന്ദി സംസാരിക്കാൻ പറ്റുക. ഓക്കെ, സോ നമ്മുടെ n ഓഫ് H ഈക്വൽ ടു ഹിന്ദി സംസാരിക്കാൻ പറ്റുന്നവരുടെ എണ്ണം 250. ഓക്കെ, ദെൻ കംസ് ദി അതർ വൺ. ഓക്കെ, അതെന്താണ്? അടുത്തത് പറയുന്നത് എന്താ? 200 പേർക്ക് ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അതിലെ 200 പേർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്ന് അല്ലെ. അപ്പൊ n ഓഫ് E, നമ്മളിവിടെ E എന്നാണ് ഇംഗ്ലീഷിന് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ n ഓഫ് E ഈക്വൽ ടു 200. ഇനി ഹൗ മെനി പീപ്പിൾ ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്? അപ്പൊ ബോത്ത് എന്ന് പറഞ്ഞാൽ അവര് രണ്ടിലും കൈപൊക്കിയെന്ന്. അപ്പൊ കോമൺ ആയിട്ട് കൈപൊക്കിയവർ എത്ര പേരുണ്ടെന്ന് അല്ലെ. അതല്ല അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. സോ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് n ഓഫ് H
ഇന്റർസെക്ഷൻ ഇ. അതാണ് നമുക്കപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട സംഭവം. അത് നമുക്ക് തന്നിട്ടില്ല അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇക്വേഷൻ എഴുതാം. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എന്താണ് വരുന്നത്? എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ആകെ ഇത് മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഇവിടെ എച്ചും അതുപോലെ ഇയും ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ എക്സ് ഉള്ളവിടത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? എച്ച് വയ്ക്കുക. അപ്പൊ എൻ ഓഫ് എച്ച് യൂണിയൻ, അതുപോലെ വൈ ഉള്ളവിടത്ത് നമ്മൾ ഇ വയ്ക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക കേട്ടോ, പ്രശ്നമില്ല. ഇ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് റീപ്ലേസ് ചെയ്യുക. അപ്പൊ എൻ ഓഫ് എക്സ് ഉള്ള സ്ഥാനത്ത് നമ്മൾ എച്ച് ആണ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ എച്ച് വരും. അതുപോലെ മൈനസ് എൻ ഓഫ്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, അവിടെയും എച്ച് വരും. പ്ലസ് എൻ ഓഫ്, ഇവിടെ വൈ ആണ് വരുന്നത്. ഇൻ പ്ലേസ് ഓഫ് വൈ വി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇ. അപ്പോൾ ഇ വെക്കുക. മൈനസ് ഇ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ, ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാ മാറി? എൻ ഓഫ് എച്ച് യൂണിയൻ ഇ ഈക്വൽ ടു എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് ഇ മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ. ഓക്കെ, ഇനി ഇതിൽ നമ്മളൊന്ന് എടുത്ത് പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഭംഗിയാവും. അങ്ങനെ പറഞ്ഞാൽ എച്ച് എന്താണ്? പീപ്പിൾ ഹൂ ക്യാൻ സ്പീക്ക് ഹിന്ദി. അതാണ് നമ്മുടെ സെറ്റ്, എച്ച് എന്ന് പറയുന്ന സെറ്റ്. ഇനി നമ്മൾ എൻ ഓഫ് എച്ച് എന്നാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പീപ്പിളിനെ എന്നാണ്. ഞാനിപ്പോ ഇവിടെ എച്ച് എന്നേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ ഇ എന്ന് പറയുന്നത് എന്താ? അപ്പൊ അതൊരു സെറ്റിനെയാണ് ഇവിടെ കാണിക്കുന്നത്. എൻ ഓഫ് എച്ച് ഇ എന്ന് ഇട്ടാൽ നമ്പർ ഓഫ് പീപ്പിളിനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഇ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്ത് സെറ്റ്? പീപ്പിൾ ഹു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ അറിയാവുന്ന കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലെ. അപ്പൊ എൻ ഓഫ് എച്ച് യൂണിയൻ ഇ, ആകെ 400 പേരുണ്ട്. ഓക്കെ, അപ്പൊ യൂണിയൻ ഇ എന്ന് പറയുന്നത് 400 ഈക്വൽ ടു എൻ ഓഫ് എച്ച് നമുക്കറിയാം 250 ആണ്. 250 പ്ലസ് ഇനി എൻ ഓഫ് ഇ നമുക്കറിയാം 200 ആണ് മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ. അപ്പൊ നമ്മൾ ഇതിനു മുന്നേ ചെയ്ത 2 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിന്റെ സെയിം മോഡലാണ് ഇതും അല്ലെ. സോ 400 ഈക്വൽ ടു, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എത്ര വരും? 450 മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ. ഇനി ഇത് 2 രീതിയിൽ സോൾവ് ചെയ്യാം അല്ലേ. അപ്പൊ ഒരു രീതി ഇവിടെ കാണിച്ചു തരാം, അടുത്ത രീതി ദ ഫോളോയിങ്. ഓക്കെ, അപ്പൊ 400 മൈനസ് 450, ഇവിടത്തെ പ്ലസ് 450 ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഈക്വൽ ടു മൈനസ് ഓഫ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ. ഇത് കുറച്ച 450 നിന്നും 400 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 50 കിട്ടിയാണ്. ഇതിപ്പോ 400 ചെറിയ നമ്പറിൽ നിന്നാണ് വലിയ നമ്പർ കുറച്ചത്. സോ ദർ വിൽ ബി എ നെഗറ്റീവ് സൈൻ ഈക്വൽ ടു മൈനസ് ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ. ഇപ്പൊ 2 സൈഡിൽ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് ക്യാൻസൽ ചെയ്യാം. സോ വി വിൽ ഗെറ്റ് 50 ഈക്വൽ ടു എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ. 50 പേരും. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? 400 ഈക്വൽ ടു 450 മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ. അങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ മൈനസ് ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ ഇങ്ങോട്ട് കൊണ്ടുപോവാം. സോ അതെന്താ? പോസിറ്റീവ് എച്ച് ഇന്റർസെക്ഷൻ ഇ. ഓക്കെ, ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്? 450 ഉണ്ട്. നമ്മൾ ഈ ഒരു സംഭവത്തിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുപോയത് അല്ല. അപ്പൊ ഇവിടെ 450 അവിടെ ഉണ്ട്. അപ്പൊ എന്ത് വേണം? ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ പ്ലസ് 400 ആണ്, ഇവിടെ എത്തുമ്പോൾ മൈനസ് 400. സോ എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഈക്വൽ ടു 50. 450 മൈനസ് 400 50. ഓക്കെ, സോ 2 ഭാഷയും സംസാരിക്കാൻ പറ്റുന്നവർ എത്ര പേരാണ്? 50 പേര്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് എസ് ആൻഡ് ടി ആർ 2 സെറ്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള 2 സെറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എസും അതുപോലെ തന്നെ ടിയും. ഓക്കെ, അതാണ് നമ്മുടെ 2 സെറ്റ്സ് എന്ന് പറയുന്നത്. സോ ഹിയർ വി ഹാവ് 2 സെറ്റ്സ്, ദേ ആർ എസ് ആൻഡ് ടി. അപ്പൊ നമുക്ക് 2 സെറ്റ്സ് ഉണ്ട്, ദേ ആർ എസ് ആൻഡ് ടി. എന്താണ്? എസ് ഹാസ് 21 എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്തെഴുതാം? നമുക്ക് ഇവിടെ എൻ ഓഫ് എസ് ഈക്വൽ ടു 21 എന്ന് എഴുതാം അല്ലെ. അതല്ല അതിന്റെ അർത്ഥം. കാർഡിനാലിറ്റി ഓഫ് എസ് അല്ലെങ്കിൽ എസിലുള്ള എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 21 ആണ്. സിമിലർലി ടി ഹാസ് 32 എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് എൻ ഓഫ് ടി ഈക്വൽ ടു 32.
ടി എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 32 ആണ്. അതുപോലെ എന്ത് തന്നിട്ടുണ്ട്, എസ് ഇന്റർസെക്ഷൻ ടി ഹാസ് 11 എലമെന്റ്സ്. അപ്പൊ രണ്ടിലും പെടുന്ന എലമെന്റ്സ്. ഓക്കെ, ടിയിൽ ഇത്ര ഉണ്ട്, അതുപോലെ എസിൽ ഇത്ര ഉണ്ടെന്ന് മാത്രമല്ല രണ്ടിലും പെടുന്നത്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ മോഡൽ ചെയ്യുന്നത്. എത്ര നേരം ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കലായിരുന്നു, പക്ഷെ ഈ യൂസിൽ എന്താണ് ഇന്റർസെക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടിലും കൂടി 11 എലമെന്റ്സ് ആണുള്ളത്. അങ്ങനെ പറഞ്ഞാൽ കോമൺ എലമെന്റ്സ്. ഓക്കെ, ഇനി ഹൗ മെനി എലമെന്റ്സ് ഡസ് എസ് യൂണിയൻ ടി ഹാവ്? അപ്പൊ ഇവിടെ എസ് യൂണിയൻ ടിയിൽ ഒരുമിച്ച് രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് എത്ര എലമെന്റ്സ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. സോ ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ വി ഹാവ് ടു ഫൈൻഡ് എൻ ഓഫ് എസ് യൂണിയൻ ടി. എനിക്ക് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം, നമുക്കറിയാം ഇത് സോൾവ് ചെയ്യാനായിട്ട് അല്ലേ. സോ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇക്വേഷൻ നമ്മൾ ആദ്യം ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതി. നമ്മുടെ ആൻസറിൽ ആദ്യം തന്നെ ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതി. ഇനി നമ്മൾ ആദ്യം തന്നെ ഇക്വേഷൻ എഴുതണം. സോ വാട്ട് ഈസ് അവർ ഇക്വേഷൻ? എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എസും ടിയുമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എക്സ് ഉള്ളടത്തൊക്കെ എസ് ആക്കാം, വൈ ഉള്ളടത്തൊക്കെ ടി ആക്കാം, എന്നിട്ട് ഒന്ന് റീറൈറ്റ് ചെയ്യാം. സോ എസ് യൂണിയൻ ടി ഈക്വൽ ടു എൻ ഓഫ് എസ് പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് എസ് ഇന്റർസെക്ഷൻ ടി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എൻ ഓഫ് ടി യൂണിയൻ എസ് ഈക്വൽ ടു എൻ ഓഫ് ടി പ്ലസ് എൻ ഓഫ് എസ് മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ എസ്. ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ എൻ ഓഫ് എസ് എന്ന് പറയുന്നത് 21 ആണ്. സോ ഇൻ പ്ലേസ് ഓഫ് എൻ ഓഫ് എസ് വി ക്യാൻ റൈറ്റ് 21 പ്ലസ് എൻ ഓഫ് ടി എന്ന് പറയുന്നത് 32 ആണ്. സോ ഇൻ പ്ലേസ് ഓഫ് എൻ ഓഫ് ടി വി ക്യാൻ റൈറ്റ് 32 മൈനസ് ഇനി എൻ ഓഫ് എസ് ഇന്റർസെക്ഷൻ ടി ആണ് വരുന്നത്. എസ് ഇന്റർസെക്ഷൻ ടിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 11. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ്. ഓക്കെ, സോ എൻ ഓഫ് എസ് യൂണിയൻ ടി ആണ് നമുക്ക് ഇതിൽ അറിയാത്തത്. സോ എൻ ഓഫ് എസ് യൂണിയൻ ടി ഈക്വൽ ടു ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ബോർഡ് മാസ് എന്ന് പറഞ്ഞൊരു പരിപാടി അറിയാം, ബോർഡ് മാസ് അല്ലേ. പിന്നെ ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്. അപ്പൊ ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഒരു സംഭവം എടുക്കണമെങ്കിൽ ആദ്യം അത് വേണം സോൾവ് ചെയ്യാൻ. ഇനി ഒ എന്ന് പറഞ്ഞാൽ ഓഫ് എന്നാണ് മീനിങ്, അതിപ്പോ നിങ്ങൾക്കില്ല. ദെൻ ഡി ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡീഷൻ ആൻഡ് എസ് സബ്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ എ എസിൽ അഡീഷൻ കഴിഞ്ഞിട്ടാണ് സബ്സ്ട്രാക്ഷൻ. അപ്പൊ അഡീഷൻ ചെയ്യാനുള്ള രണ്ട് സംഭവങ്ങൾ ആദ്യം കൂട്ടണം, പിന്നെ വേണം കുറയ്ക്കാൻ. So we have to add 21 and 32. What it gives? 3 plus 2 5 and 1 plus 2 3 minus 11. Okay, so n of s union t equal to 5 minus 1. So 4, 3 minus 1. So 2. So s union t il 42 elements ആണ് ഉള്ളത്. നമ്മൾ ഇനി ഇതിന്റെ വെൻ ഡയഗ്രാം വരച്ച് നോക്കുകയാണെങ്കിൽ എന്താ, ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് ദിസ് ഈസ് അവർ എസ് ആൻഡ് ടി. ഓക്കെ, അപ്പൊ ആകെ എസിൽ ആദ്യം തന്നെ നമ്മൾ ഇന്റർസെക്ഷൻ കോമൺ റീജിയനിലുള്ള എലമെന്റ്സ് ആണ് എഴുതുന്നത്. അപ്പൊ ഇവിടെ കോമൺലി രണ്ടിലും കോമൺ ആയിട്ട് എത്രയുണ്ട്, 11 എലമെന്റ്സ് ആണുള്ളത്. ഓക്കെ, 11 കോമൺ ആയിട്ടുണ്ട്. ഇനി എന്താണ്, എസിൽ മാത്രമായിട്ട് 21 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, എസ് എന്ന് പറയുന്ന ഈ ഒരു സർക്കിളില് മുഴുവനായിട്ടും ഈ എസ് എന്ന് പറയുന്ന ഈ ഒരു വട്ടം, ഇതല്ല എസിന്റെ സർക്കിൾ, ഇതിൽ മുഴുവനായിട്ട് നമുക്ക് 21 എലമെന്റ്സ് ആണ് ഉള്ളത്. പക്ഷെ അതിൽ 11 എണ്ണം കോമൺ പോയില്ലോ. സോ 21 minus 11 വാട്ട് ഇറ്റ് ഈസ് 10. സോ ഹിയർ ഓൺലി ദർ ആർ 10 എലമെന്റ്സ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഭാഗത്ത് 10 എലമെന്റ്സ് ആണ് വരുന്നത്. ദെൻ വാട്ട് കംസ്, ടി വരും അല്ലെ. ടി എന്ന് പറയുന്ന ഫുൾ സെറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ ഒരു കോമൺ റീജിയണും ഇതും കൂടി കൂട്ടും. അപ്പൊ ഈ ഒരു ഗ്രീൻ കളർ സർക്കിൾ അതാണ് ടീന്റെ പ്ലേസ് അല്ലെ. ഈ ഒരു ടീയില് മുഴുവനായും 32 എലമെന്റ്സ് ആണ് ഉള്ളത്. പക്ഷെ എന്താണ്, ആ 32-ലെ 11 എണ്ണം കോമൺ ആയി വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 11 നമ്മൾ കുറച്ച ബാക്കി എത്ര ഉണ്ടാവും, 21. ഓക്കെ, സോ അറ്റ് ദ പ്ലേസ് ഓഫ് ടീന്റെ മാത്രം ഭാഗത്ത് 21 എലമെന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് എഴുതി. ഇനി നമുക്കൊന്ന് കൂട്ടി വെക്കാം. ഓക്കെ, സോ 10, 11, 21 ഇങ്ങനെയാണ് അത് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ 2 then 4, ഇപ്പൊ 42 എലമെന്റ്സ് നമുക്ക് കിട്ടും. ഇനി അല്ലാത്ത പക്ഷെ നമുക്കിത് വേറൊരു രീതിയിലും ചെയ്യാം. അത് പക്ഷെ ഒരു ഇത്തിരി പാടായിരിക്കും ചിലപ്പോ. നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റും അതുപോലെ തന്നെ 2 ഓവർലാപ്പിംഗ് സർക്കിൾസ് നമുക്ക് വരയ്ക്കാം. then this is our u and s and t. ഓക്കെ, ഇനി നമ്മുടെ എസ് എന്ന് പറയുന്ന ഫുൾ ഭാഗത്ത്, എസ് എന്ന് പറയുന്ന ഈ കംപ്ലീറ്റ് റീജിയനിൽ നമുക്ക് എത്ര എലമെന്റ്സ് വരുന്നുണ്ട്, എസിൽ ആകെ 21 എലമെന്റ്സ് ആണുള്ളത്. സോ ദിസ് കംപ്ലീറ്റ്ലി കൺസിസ്റ്റ് ഓഫ് 21 എലമെന്റ്സ്. ഓക്കെ, ഇത് മുഴുവനായുമാണ് 21 ഉള്ളത്. അതുപോലെ നമ്മുടെ
ടി എന്ന് പറയുന്ന സർക്കിൾ, ഈ ഒരു ടി എന്ന് പറയുന്ന ലൈറ്റ് റോസ്. ഓക്കെ, ആ ലൈറ്റ് റോസ് സർക്കിളിൽ കംപ്ലീറ്റ്ലി ഓക്കെ മുഴുവനായും എത്ര എലമെന്റ്സ് ആണ് വരുന്നത്? 11 എലമെന്റ്സ്, 32 എലമെന്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതില് കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ 32 എലമെന്റ്സ് ആണുള്ളത്. ദെൻ ദ കോമൺ റീജിയനിൽ മാത്രമായിട്ട്, ആ കോമൺ റീജിയനിൽ മാത്രമായിട്ട് നമുക്ക് 11 എലമെന്റ്സും വരുന്നുണ്ട്. സോ ദിസ് ഈസ് അവർ കോമൺ റീജിയൻ ആൻഡ് ഇറ്റ് ഹാസ് 11 എലമെന്റ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇത് പഠിച്ച രീതി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ, ഇതിലെ രണ്ടിലെ എലമെന്റ്സ് സർക്കിൾസിലെ എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യണം അല്ലെ. സോ അതാണ് നമ്മുടെ ഇക്വേഷൻ പറയുന്നത്, സർക്കിൾസിലെ എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യണം, n of s ഉം n of t. സോ 21 + 32 നമ്മൾ ആഡ് ചെയ്തു. ദെൻ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 53. ഇനി എന്ത് വേണം? ഈ നടുക്കുള്ള നമ്മൾ കുറയ്ക്കണം. അങ്ങനെയല്ലേ പറയുന്നത്, മൈനസ് ഓഫ് n of s ഇന്റർസെക്ഷൻ കോമൺ റീജിയൻ വി ഹാവ് ടു സബ്സ്ട്രാക്ട്. സോ -11 ദെൻ 42. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ വീഡിയോ വല്ലാതെ ലെങ്തി ആയി പോകും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗ്രീൻ ബോർഡ്. സീ യു അഗൈൻ.